الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين صدق الله العلي العظيم സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുക. ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത, ദീനിന്റെ പേരിൽ തന്നെ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും മാറ്റിയോടിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് നന്മ ചെയ്യുന്നത് അള്ളാഹു തടഞ്ഞിട്ടില്ല. അവരോട് നീതി പുലർത്തണം എന്ന കാര്യവും അള്ളാഹു തടഞ്ഞിട്ടില്ല. നീതി നടപ്പിലാക്കുന്നവരെയും നീതിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്, സ്നേഹമാണ് അവരോട്. പിന്നെ അള്ളാഹു തടഞ്ഞത് ഇന്നമാ യൻഹാക്കുമുല്ലാഹു അനില്ലദീന ഖാതലൂക്കും ഫിദ്ദീൻ, ദീനിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ കാര്യത്തിലാണ് അള്ളാഹു തടഞ്ഞിട്ടുള്ളത്. യുദ്ധം ചെയ്തു, യുദ്ധം പ്രഖ്യാപിച്ചു എന്നത് മാത്രമല്ല, വഅഖ്റജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ നാട് വീടുകളിൽ നിന്നൊക്കെ നിങ്ങളെ അവർ പുറത്താക്കുകയും ചെയ്തു. പുറത്താക്കുവാൻ വേണ്ടി പണിയെടുക്കുന്നവർക്ക് എല്ലാവിധ പിന്തുണയും സഹായവും അവർ നൽകി. അങ്ങനെയുള്ള ആളുകൾക്ക് പടച്ചവൻ അവരെ നിങ്ങൾ നേതാക്കന്മാരാകരുത് എന്ന നിരോധാജ്ഞയാണ് തന്നിട്ടുള്ളത്. അൻതബറൂഹും എന്നല്ല, അൻതവല്ലൗഹും, അവർക്ക് നന്മ ചെയ്തു കൊടുക്കരുത്, ഗുണം ചെയ്തു കൊടുക്കരുത് എന്ന കൽപ്പന പോലും അവിടെയില്ല. അവരെ നിങ്ങൾ നേതാക്കന്മാരാക്കരുത്, അത് അല്ലാഹു തടഞ്ഞിരിക്കുന്നു. വമൻ യതവല്ലഹും, ആരെങ്കിലും അവരെ നേതാക്കളാക്കിയാൽ ഫൗലായിക ഹുമുൽ ളാലിമൂൻ, അവരക്രമികളായതുപോലെ അവരെ നേതാക്കളാക്കുന്നവരും അക്രമികളായിത്തീരും. സൂറത്തുൽ മുംതഹിനയിലെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട രണ്ട് ചെറിയ ആയത്തുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ ആയത്തുകളിൽ അള്ളാഹു പറയുന്ന കാര്യവും
നാം നമ്മുടെ മനസ്സിൽ തന്നെ നിലനിർത്തിയിട്ടുള്ള ധാരണകളും തമ്മിൽ അകലമുണ്ടോ എന്ന ഒരു പരിശോധന മാത്രമേ ഇപ്പോൾ നടത്താൻ കഴിയുകയുള്ളൂ. മനുഷ്യ സമൂഹത്തെ അല്ലാഹു ഒരു പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ തുടക്കം ഒന്നാണ്. ഒരു ഉപ്പയാണ്, ഒരു ഉമ്മയാണ്. ആ ഉപ്പയും ഉമ്മയും പടച്ചതമ്പുരാൻ ഈ ഭൂമിയിൽ മറ്റൊരാളുടെയും ഉപ്പയും ഉമ്മയുമല്ലാതെ മറ്റൊരാളും ഉപ്പയും ഉമ്മയും ഇല്ലാതെ ഈ ഭൂമിയിൽ പഠിച്ചു. കാരണം അവർക്ക് രണ്ടാൾക്കും ഉപ്പയുമില്ല. നേർക്ക് നേരെ മണ്ണിൽ നിന്നാണ് പഠിച്ചത്. മണ്ണിലാണ് അവർ ജീവിക്കേണ്ടത് എന്നതുകൊണ്ട്, മണ്ണിലാണ് അവർ പണിയെടുക്കേണ്ടത് എന്നതുകൊണ്ടും, മണ്ണിലാണ് അവർ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നതുകൊണ്ടും, അവസാനം ആ മണ്ണിലേക്കാണ് അവർ മടങ്ങിച്ചെല്ലേണ്ടത് എന്നതുകൊണ്ടും അല്ലാഹു അവരെ മണ്ണിൽ നിന്ന് പഠിച്ചു. നിങ്ങളുടെ പടപ്പ്, നിങ്ങളുടെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. അതിനും അപ്പുറം വെള്ളത്തിൽ നിന്നാണ്. വെള്ളം മണ്ണിനോട് ചേരുമ്പോൾ അത് കളിമണ്ണായി തീരും. അതിൽ നിന്നാണല്ലോ ഉൽപാദനങ്ങൾ നടക്കാറുള്ളത്. മണ്ണ് നനയുമ്പോൾ, മണ്ണിൽ വെള്ളം ചേരുമ്പോൾ അതിൽ നിന്ന് പലതും മുളച്ചു പൊട്ടും. എല്ലാം സസ്യങ്ങൾ മാത്രമല്ല, ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളിലെ നമുക്കറിയാവുന്ന ഉത്കൃഷ്ടനായ മനുഷ്യനും ഈ മണ്ണിൽ നിന്ന് തന്നെ പഠിച്ചു. അല്ലാഹു ഈ മണ്ണിൽ നിന്ന് ഈ മനുഷ്യനെ പടക്കുമ്പോൾ അവര് മണ്ണിന്റെ മക്കളാണ് എന്നതല്ലാതെ മറ്റൊരു വിവേചനവും അവിടെയില്ല. പിന്നെ മനുഷ്യര് രണ്ട് തരക്കാരായി മാറും. അത് ഒരു വിഭാഗം, ഒരു തരക്കാര് നല്ലവരാണ്, വേറൊരു തരക്കാര് നല്ലവരല്ലാത്തവർ. നല്ലവരും നല്ലവരല്ലാത്തവരുമായി രണ്ട് തരം മനുഷ്യ സമൂഹത്തിലുണ്ടാവും. ഈ നല്ലവരിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായ നന്മകളും ഉണ്ടാകും. നല്ലവരല്ലാത്തവരിലും വ്യത്യസ്തമായ ഒരുപാട് നല്ലതല്ലാത്ത ഗുണങ്ങളുണ്ടാകും. നല്ലവരല്ലാത്ത എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, നല്ലവരായ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. ഈ മനുഷ്യ സമൂഹത്തിലൊക്കെ വൈവിധ്യങ്ങൾ ഉണ്ടാകും, വ്യത്യാസങ്ങളുണ്ടാകും. പടച്ചതമ്പുരാൻ പഠിച്ചിട്ടുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളിലും ആ വൈവിധ്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു സൂര്യന്റെ വെളിച്ചം സ്വീകരിച്ചുകൊണ്ട്, അതിന്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് ഭൂമിയിൽ മുളച്ചു പൊന്തുന്ന സസ്യങ്ങൾ എത്രയെത്ര നിറവ്യത്യാസത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ സസ്യങ്ങളിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന പൂക്കൾ എത്ര വ്യത്യസ്തമായ നിറങ്ങളിലാണ് ഉള്ളത്. ആ നിറങ്ങൾ, വ്യത്യസ്തമായ നിറങ്ങളിലുള്ള എല്ലാ സസ്യങ്ങളും പൂക്കളുമൊക്കെ സ്വീകരിക്കുന്നത് ഒരു സൂര്യന്റെ വെളിച്ചമല്ലേ? അന്തരീക്ഷത്തിൽ നിന്ന് വർഷിച്ച മഴ, ആ മഴയുടെ വെള്ളം തന്നെയല്ലേ അവ കുടിക്കുന്നത്. അപ്പോൾ വൈവിധ്യങ്ങൾ പടച്ചവന്റെ സൃഷ്ടിജാലങ്ങളിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് മറ്റൊന്നിനേക്കാൾ മെച്ചപ്പെട്ടതാണ് അല്ലെങ്കിൽ തരംതാഴ്ന്നതാണ് എന്ന കാഴ്ചപ്പാട് നമ്മൾ മാറ്റിവെക്കും. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചുവന്ന നിറമായിരിക്കും, ചിലപ്പോൾ മറ്റു ചിലർക്ക് മഞ്ഞ നിറമായിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെടുന്നത് ചുവപ്പായതുകൊണ്ട് ചുവപ്പാണ് ഏറ്റവും ഉയർന്നത് കളറുകളിൽ. എനിക്കിഷ്ടപ്പെട്ടത് മഞ്ഞയായതുകൊണ്ട് മഞ്ഞയാണ് കളറുകളുടെ കൂട്ടത്തിൽ, നിറങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നത്. അങ്ങനെ ഞാൻ ബാധിക്കാൻ പാടില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടു, അതെന്റെ പ്രകൃതിയോട് ഇണങ്ങി. അദ്ദേഹത്തിന് അതാണ് ഇഷ്ടം, അദ്ദേഹത്തിന്റെ പ്രകൃതിയോട് അതാണ് ഇണങ്ങിയത്. ആ സ്വാതന്ത്ര്യം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ വൈവിധ്യങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുകയില്ല. ഒരു വലിയ ചിന്തിക്കേണ്ട ഒരു തത്വമാണ് ഞാൻ പറഞ്ഞത്. അതിനെ ലളിതവൽക്കരിച്ചുകൊണ്ട് ഞാൻ വേറൊരു ഭാഗത്തേക്ക്, അത് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചിന്തിച്ചാൽ അതിന്റെ എല്ലാ വശങ്ങളും കിട്ടുകയും ചെയ്യും. കാരണം എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. അതൊരു തുടക്കമാണ്.
ഇത് മനുഷ്യനിലേക്ക് നമ്മൾ മാറ്റുക. നല്ലവരും നല്ലവരല്ലാത്തവരുമായ മനുഷ്യരെ അള്ളാഹു ഈ ഭൂമിയിൽ രണ്ട് വിഭാഗമാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നല്ലവരിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, അല്ലാത്തവരിലും ഒരുപാട് വ്യത്യാസങ്ങൾ. ഈ നല്ലവരായ മനുഷ്യരിൽ നല്ലതായ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ഒരാളിലുള്ള ഗുണം മറ്റൊരാളിൽ ഉണ്ടാവുകയില്ല, മറിച്ചും അങ്ങനെ തന്നെ. ഒരാൾക്കുള്ള ഗുണം മറ്റേയാൾക്കില്ല, ആ ആൾക്കുള്ള ഗുണം ഇയാൾക്കുമില്ല. അയാൾക്ക് കുറെ യോഗ്യതകളുണ്ട്, പക്ഷേ കുറെ യോഗ്യതകൾ ഇദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹത്തിന്റെ യോഗ്യത ഇദ്ദേഹത്തിനില്ല, ഇദ്ദേഹത്തിന്റെ യോഗ്യത അദ്ദേഹത്തിന്. അപ്പോഴല്ലേ വൈവിധ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ആ വൈവിധ്യങ്ങൾ കൂടിയിണങ്ങുമ്പോഴല്ലേ ഉപകാരപ്പെടുന്ന പലതും ഉണ്ടാവുകയുള്ളൂ. ഒരു കലാകാരൻ അയാളുടെ ഭാവനയിൽ ഒന്നിനെ രൂപം നൽകുന്നു. അതുണ്ടാകണമെങ്കിൽ അദ്ദേഹത്തോട് സഹകരിക്കുന്ന മറ്റൊരുപാട് ആളുകൾ കലാകാരന്മാരല്ലാത്തവർ തന്നെ ഉണ്ടാകേണ്ടത്. ഒരു എഞ്ചിനീയറുടെ മനസ്സിൽ രൂപം കൊണ്ട ഒരു സ്ഥാപനം വരണമെങ്കിൽ ആ എഞ്ചിനീയർക്ക് സഹായകരമായിട്ട് ഒരുപാട് മനുഷ്യർ എഞ്ചിനീയർമാരല്ലാത്തവരുണ്ടാവണം. അദ്ദേഹം സ്ഥാപിക്കാൻ പോകുന്ന സ്ഥാപനം ഈ മണ്ണിലാണ് സ്ഥാപിക്കേണ്ടത്. അപ്പൊ എഞ്ചിനീയർ അല്ലാത്ത ഒരാൾ ആ മണ്ണ് കളക്കാൻ വരണം, പിന്നെ ആ മണ്ണിൽ പഠിക്കാൻ വരണം, പിന്നെ അത് അങ്ങോട്ട് അതിൽ പണിയെടുക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ആലോചിച്ചാൽ അതിന് രൂപകൽപ്പന നൽകിയ ആള് അതുണ്ടാക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തിന്റെ കൂടെ സഹായിച്ച, അദ്ദേഹത്തിന് അതിന്റെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകിയ മനുഷ്യർ, അനേകം മനുഷ്യർ. ഇതിലാര് ആരെക്കാൾ ഉയർന്നവൻ, ആര് ആരെക്കാൾ താഴ്ന്നവൻ? അത്യുന്നതമായ സ്ഥാനത്ത് എഞ്ചിനീയറാണോ, അതല്ല ആ എഞ്ചിനീയറുടെ സ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ടി ആ ഭൂമിയിൽ കിടങ്ങു കയറിയ മനുഷ്യനാണോ? ആരാണ് ഉയർന്നവൻ, ആരാണ് താഴ്ന്നവൻ? ആരാണ് ഉയർന്നവൻ എന്നും നമുക്ക് പറയണ്ട, താഴ്ന്നവൻ ആരാണ് അതും നമുക്ക് പറയണ്ട. രണ്ടാളും ഇവിടെ തുല്യരാണ്. ഒരാൾ അതിന്റെ സംവിധാനം ചെയ്തു, അതിന്റെ ഡിസൈൻ ഉണ്ടാക്കി, മറ്റുള്ളവരൊക്കെ അതുണ്ടായിത്തീരാൻ വേണ്ടി പണിയെടുത്തു. ഇതിലേതെങ്കിലും ഒരു ഘടകം എവിടെയെങ്കിലും വെച്ച് മാറിയിരുന്നുവെങ്കിൽ ആ സ്ഥാപനം ഉണ്ടാവില്ല. അപ്പൊ എല്ലാം ആ സ്ഥാപനം ഉണ്ടാകുന്നതിൽ ഒരേപോലെ തന്നെ സമന്മാരാണ്. ഇതാണ് സവാസിയ. മനുഷ്യരെല്ലാം സമന്മാരാണ്. നീളം കുറഞ്ഞവരും കൂടിയവരും വെളുത്തവനും കറുത്തവനും ഒക്കെ ഉണ്ടാവും. പക്ഷേ മനുഷ്യരൊക്കെ അടിസ്ഥാനപരമായി സമന്മാരാണ്. ഉയർന്നവരില്ല മനുഷ്യരിൽ, താഴ്ന്നവരില്ല മനുഷ്യരിൽ. മനുഷ്യരിൽ വലിയവനില്ല, ചെറിയവനില്ല. മനുഷ്യരിൽ മഹാനില്ല, മുഹാനില്ല. എല്ലാവരും അവരവരുടേതായ കഴിവുകളോടെ യോഗ്യതകളോടും കൂടി ജീവിക്കുന്നു. ആ യോഗ്യതകളും കഴിവുകളുമൊക്കെ പരസ്പരം പങ്കിടുന്നു. അത് പങ്കിടുവാൻ ആളുകളില്ലായിരുന്നുവെങ്കിൽ സ്വയമേവ എത്ര യോഗ്യനായാലും ശരി, അയാൾക്ക് അദ്ദേഹത്തിന്റെ യോഗ്യത ലോകത്തിന് എത്തിച്ചു കൊടുക്കുവാനോ കാണിച്ചു കൊടുക്കുവാനോ കഴിയുകയില്ല. അപ്പൊ ആര് ആരെക്കാൾ വലിയവൻ, ആരാരെക്കാൾ ചെറിയവൻ, ആര് ഉയർന്നവൻ, ആര് താഴ്ന്നവൻ, എല്ലാ കാര്യങ്ങളിലും ഈ കാഴ്ചപ്പാടാണ് ലോകത്തിന്റെ മുമ്പിൽ പടച്ചതമ്പുരാൻ സമർപ്പിച്ചത്. അതുകൊണ്ടാണ് പടച്ചവൻ ആദമിനെ സൃഷ്ടിച്ചുകൊണ്ട് ഒരിണയെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരാണെന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് വിട്ടത്. അവർക്ക് നല്ലൊരു സ്ഥാനപ്പേര് കൊടുത്തു, നിങ്ങൾ ഖലീഫമാരാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടവരാണ്. നിങ്ങളെപ്പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ദുർബലരായ എല്ലാ വിഭാഗത്തിനും ഉപയോഗപ്പെടുന്നത് നിങ്ങൾ ഉണ്ടാക്കുവാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. അതുണ്ടാക്കാൻ കഴിയാത്ത ഒരുപാട് വസ്തുക്കൾക്ക്, ജീവജാലങ്ങൾക്ക്, സൃഷ്ടിജാലങ്ങൾക്ക് നിങ്ങൾ ആ ഉണ്ടാക്കിയത് നിങ്ങൾ പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യണം. നെൽപ്പാടങ്ങളിൽ വന്ന് നെല്ലിന്റെ കതിര് കൊത്തിക്കൊണ്ടുപോകുന്ന തത്തകൾക്ക് നെല്ല് വിതക്കാൻ കഴിയില്ലല്ലോ. നെല്ല് വിതക്കാൻ കഴിയില്ല. അതിന്റെ ഭക്ഷണം അതിനുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കണം, അത് തിന്നണം, അത് കൊണ്ടുപോകണം, അത് ഭക്ഷണം കഴിക്കണം.
നിങ്ങളെപ്പോലെ തന്നെ അതിന്റെ കുഞ്ഞുകുട്ടികളെ അത് വളർത്തുകയും വേണം. അതാണ് ഖലീഫ എന്ന നിലക്ക് നിന്റെ ബാധ്യത. അങ്ങനെ ഖലീഫകളായിക്കൊണ്ട് നിന്റെ ഉമ്മയെയും നിന്റെ ഉപ്പയെയും ഭൂമിയിലേക്ക് അയച്ചു. ആണ് പെണ്ണ് എന്ന രണ്ട് വ്യത്യാസമല്ലാതെ അത് അനിവാര്യവുമാണ്. മറ്റ് ഈ ഭൂമിയിൽ വന്ന ഖലീഫമാർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ജീവിച്ച പ്രദേശത്തിന്റെ വ്യത്യാസമനുസരിച്ച്, ചിലപ്പോൾ അവർ ആസ്വദിച്ചതോ അനുഭവിച്ചതോ ആയ ഭക്ഷണത്തിന്റെ വ്യത്യാസമനുസരിച്ച്, അവരുടെ നിറങ്ങളിലോ അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളിലോ ഒക്കെ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഒരു മനുഷ്യനെ ഉയർന്നവനോ താഴ്ന്നവനോ ആക്കേണ്ടതല്ല. പിന്നെ ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ, അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം, ഖലീഫമാരുടെ ഏറ്റവും വലിയ യോഗ്യതയായി തന്നെ കണ്ടത് അറിയാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ടുകൊണ്ട് അറിയുന്നവരായി മാറണം എന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയില്ല. അറിയണമെങ്കിൽ എന്ത് വേണം? അറിവില്ലായ്മ അതൊരു യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അതിന്റെ മറുഭാഗത്ത് അറിവ് എന്ന് പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, അതും അംഗീകരിച്ചുകൊണ്ട് ആ അറിവില്ലായ്മ തീർക്കാൻ അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടണം. വിവരമുള്ളവരോട് ചോദിക്കണം എന്ത് കാര്യവും. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും, ബോധ്യമാകും. ഉസ്സലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. വിവരമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ഉത്ബുദ്ധരായ ആൾക്കാരോട്, ഉത്ബോധനം കിട്ടിയ ആൾക്കാരോട് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ആ ചോദ്യവും അന്വേഷണവും ഒക്കെ കൂടിയാലോചനയായി മാറും. കൂടിയാലോചിക്കുന്നത് എന്തിനാണ്? നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ, നല്ല തീരുമാനത്തിൽ എത്തിച്ചേരാൻ വേണ്ടി. നല്ല കാര്യങ്ങളാണല്ലോ നടപ്പിലാക്കേണ്ടത്. ആ നടപ്പിലാക്കേണ്ട നല്ല കാര്യങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഏറ്റവും അനിവാര്യമായത് കൂടിയാലോചനയാണ്. ലോകത്ത് ഇന്ന് ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിലും അതിന്റെ അടിസ്ഥാനം കൂടിയാലോചനയാണ്. കൂടിയാലോചന ഇല്ലാത്ത ഒരു ജനാധിപത്യമാവുകയില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ജനാധിപത്യമാണ് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ജനാധിപത്യം എന്നുള്ള സാധനമല്ല. ജനത്തിന് ആധിപത്യമില്ല. ജനത്തിന് പ്രാതിനിധ്യാവകാശം മാത്രമേ ഉള്ളൂ. ആധിപത്യം അല്ലാഹുവിനാണ്. അല്ലാഹുവിന്റെ ആധിപത്യം, ജനപ്രാതിനിധ്യം, ഈ വ്യവസ്ഥിതിയാണ് ലോകത്ത് വരേണ്ടത്. പക്ഷേ മനസ്സിലാകണമെങ്കിൽ ഇപ്പൊ ജനാധിപത്യം എന്ന് പറയണല്ലോ. അങ്ങനെ ഒരു സംഗതി ഇല്ലെങ്കിലും അത് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ എന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിന്റെ അടിസ്ഥാനം തന്നെ കൂടിയാലോചനയാണ്. കൂടിയാലോചിക്കുവാൻ പറ്റുന്ന ആൾക്കാരെ തെരഞ്ഞെടുക്കുവാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം വെച്ചിരിക്കുന്നു. ആ സമ്പ്രദായത്തിലൂടെ കൂടുതൽ ആളുകളുടെ പിന്തുണ ആർക്കാണോ കിട്ടിയത് അദ്ദേഹം ആ കൂടിയാലോചനാ സമിതിയിൽ അംഗമാകുന്നു. ആ കൂടിയാലോചനാ സമിതിയിൽ അംഗമായ ആളുകളുടെ ബാധ്യത നാട്ടിൽ നടപ്പിലാക്കേണ്ട, രാജ്യത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും നല്ലതിൽ എത്തിച്ചേരുവാൻ വേണ്ടി അവർ കൂടിയാലോചിക്കണമെന്ന്. ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണെങ്കിൽ അത് അല്ലാഹുവിന്റെ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനവുമാണ്. പ്രവാചകന്മാരായ പടച്ചവന്റെ ദൂതന്മാരായ ആളുകളോടൊക്കെ ആ കൽപ്പന അല്ലാഹു കൽപ്പിച്ചു. ചോദിക്കണം കേട്ടോ, ആൾക്കാരോട് ചോദിക്കണം. എല്ലാവരോടും പറഞ്ഞത് ചോദിച്ച് ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കണം കാര്യങ്ങൾ നടപ്പിലാക്കുക. ആ പ്രവാചകന്മാർക്കും ദൂതന്മാർക്കും പടച്ചതമ്പുരാന്റെ വഹ്യ് നേർക്ക് നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് കാര്യം എങ്ങനെ ചെയ്യണമെന്നതിന് അള്ളാഹു വഹ്യ് നൽകുന്നുണ്ട്. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മഹാനായ അള്ളാഹുവിന്റെ ദൂതനായ, അടിമയായ, പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില സമയത്ത് അള്ളാഹു വലിയ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു, ചില സമയത്ത് സാധാരണഗതിയിൽ പറഞ്ഞു. വളരെ ഗൗരവത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണിത്. ആ പറഞ്ഞ കാര്യം അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഠിച്ചവൻ കൽപ്പിക്കല്ല, ഒരു സംഭവം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് നിനക്ക് അവരിൽ അലിഞ്ഞു ചേരാൻ കഴിഞ്ഞത്.
ആരിൽ? പടച്ചതമ്പുരാന്റെ അടിയാറുകളായ മനുഷ്യരിൽ വഹി ലഭിച്ചിട്ടില്ലാത്ത, ജപിച്ചുകൊണ്ടിരിക്കുന്നില്ല അവർക്ക്. ആകാശവുമായി അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ആകാശവുമായി ബന്ധമുള്ള പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകനെ, താങ്കളുടെ ചുറ്റുഭാഗമുള്ള മനുഷ്യരില്ലേ, ആ മനുഷ്യരിൽ താങ്കൾക്ക് അലിഞ്ഞു ചേരാൻ കഴിഞ്ഞത് അള്ളാന്റെ റഹ്മത്താണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അള്ളാന്റെ റസൂൽ ജീവിക്കുക, അലിഞ്ഞു ചേർന്നിരിക്കുക. അബൂബക്കർ, ഉമർ തുടങ്ങിയ സഹാബാക്കളോട് മാത്രമല്ല, ബിലാലിനോടും അതേപോലെ തന്നെ ഖബ്ബാബിനോടും സുമയ്യോടും യാസിറിനോടുമൊക്കെ അലിഞ്ഞു ചേരാൻ കഴിയുന്നു. സമ്പന്നരായ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ അലിഞ്ഞു ചേരുക മാത്രമല്ല, ദരിദ്രരായ ആൾക്കാരുടെ കൂടെയും ആ പ്രവാചകൻ അലിഞ്ഞു ചേരുന്നു. ആരെയും പ്രവാചകൻ അകറ്റി നിർത്തിയില്ല, ആരെയും പ്രത്യേകമായി അടുപ്പിച്ചതുമില്ല. എല്ലാവരും ആ പ്രവാചകന്റെ ദൃഷ്ടിയിൽ ഒരേ സ്ഥാനത്ത്. ഗൗരവത്തിൽ പറയുമ്പോഴും വിനയത്തോടുകൂടി പറയുമ്പോഴും അവിടെ വലിയവനാര് ചെറിയവനാര് നോട്ടമില്ല. അബൂബക്കറിനോട് പറയും, ഉമറിനോട് പറയും, ഉസ്മാനോട് പറയും, അലിയോട് പറയും. അതേ ശൈലിയിൽ തന്നെ ഖബ്ബാബിനോട് പറയും, അതേപോലെ ബിലാലിനോട് പറയും. അവരുടെയൊക്കെ വ്യത്യാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുമല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട്, ഇവരൊക്കെ മഹാന്മാരാണ്. ഒരേ നിലയിലായിരുന്നു ആ പ്രവാചകന്റെ ബന്ധം. ആരും ആ പ്രവാചകന്റെ മനസ്സിൽ ആരെക്കാളും വലിയവനായിരുന്നില്ല, ആരെക്കാളും ചെറിയവനുമായിരുന്നില്ല. ചിലപ്പോഴൊക്കെ ഏറ്റവും അടിത്തട്ടിലുള്ളവരെ ഉയർത്തി നിർത്തിയിരുന്നു. അതെന്തിനാന്ന് പറഞ്ഞാൽ ഈ സമൂഹം അവരെ മാനിക്കണം. അവരുടെ ഈ താഴ്ന്ന ഏറ്റവും അടിത്തട്ടിലുള്ള അവസ്ഥയിൽ തന്നെ അവരെ ഭാവിയിൽ മുമ്പോട്ട് കൊണ്ടുപോകരുത്, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. അതുകൊണ്ട് കഅബ കീഴടങ്ങിയപ്പോൾ കഅബയിൽ കയറി ബാങ്ക് വിളിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞത് ബിലാലിനെയായിരുന്നു. എന്റെ സഹോദരൻ എവിടെയെന്നാ ചോദിച്ചത്. എല്ലാവരും അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ബിലാലുമുണ്ട്. ബിലാലിനെ തിരയുകയായിരുന്നു. ബിലാലിനെ കണ്ടപ്പോൾ കൈപിടിച്ച് കയറി അല്ലാഹു അക്ബർ വിളിക്കുക എന്ന് പറഞ്ഞു. കഅബ കീഴടങ്ങി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചതമ്പുരാന്റെ കൽപ്പന പ്രകാരം വിഭാവന ചെയ്ത ഒരു രാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി അത് മാറുകയാണ്, കേന്ദ്രമായി മാറുകയാണ്. അവിടെ ആദ്യമായി അല്ലാഹു അക്ബർ വിളിക്കാൻ ബിലാലിനെ തെരഞ്ഞു. ഇത് ബിലാലിന് അബൂബക്കറിനേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ട് എന്നതുകൊണ്ടല്ല, ബിലാല് വളരെ താഴ്ത്തായിരുന്നു, അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ താഴ്ത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങൾ കാണണം. നിങ്ങളിങ്ങനെ ഒരാളെ താഴ്ത്തു തന്നെ ഇടരുത്, മുകളിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ബോധവൽക്കരണം കൂടി നടത്തിയിട്ട് ബിലാലിനെ ഉയർത്തിക്കൊണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു വിളിക്കാൻ. ആ അവസ്ഥയിൽ മനുഷ്യരെ ഒരേപോലെ കാണാൻ, അവരിൽ അങ്ങോട്ട് അലിഞ്ഞു ചേർന്നു താങ്കൾ. താങ്കളുടെ യോഗ്യതയല്ല കേട്ടോ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുണ്ടായ കാരുണ്യം കൊണ്ടാണ്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ആ മനസ്സ് താങ്കൾക്കുണ്ടായത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്, മറിച്ചായിരുന്നെങ്കിലോ, പരിശുദ്ധഭാവിയാണ് താങ്കൾ, കഠിനഹൃദയനായിരുന്നു താങ്കൾ എങ്കിൽ ഈ മനുഷ്യരിലെ വ്യത്യസ്ത പ്രകൃതിയോടുകൂടി താങ്കളുടെ ചുറ്റും കൂടിയിട്ടുള്ള മനുഷ്യർ ലംഫല്ലു മിൻ ഹൗലിക് ഒക്കെ പോകുമായിരുന്നു. ഒരൊറ്റ ഒന്ന് താങ്കളുടെ അടുത്തുണ്ടാവില്ല, ഒക്കെ എഴുന്നേറ്റ് പോകുമായിരുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്, ഇവരൊക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം താങ്കളെന്നോ, ഫഅഫു അൻഹും, മാപ്പ് ചെയ്തു കൊടുക്കണം. ഇവർക്ക് തെറ്റ് സംഭവിക്കും, പോരായ്മകൾ ഉണ്ടാകും.
ന്യൂനതകളുണ്ടാകും. മനുഷ്യ സഹജമായി പുറത്തു കൊടുക്കണം, മാപ്പ് ചെയ്ത് കൊടുക്കണം. ഫഅഫ്വൻഹും, മാപ്പ് ചെയ്ത് കൊടുത്താൽ പോരാ, വസ്തഗ്ഫിർ ലഹും, അവർക്ക് പുറത്തു കൊടുക്കുവാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പന നമ്മുടെ മനസ്സവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ പരിശോധിക്കണം. തെറ്റുകൾ സംഭവിച്ചു പോയ മനുഷ്യർക്ക് സ്വന്തം മാപ്പ് കൊടുത്തുകൊണ്ട് അത് ആത്മാർത്ഥമാണെന്ന് ബോധ്യം വരുവാൻ വേണ്ടി അള്ളാഹുവിനോട് അവർക്ക് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിപ്പിച്ചു ആ പ്രവാചകൻ. എന്നിട്ട് പറയുന്നു നമ്മുടെ വിഷയം വശാവിറുഹും ഫിൽ അംർ, അവരോട് കൂടിയാലോചിക്കണം, അംറിൽ കൂടിയാലോചിക്കണം. അംർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യം എന്ന അർത്ഥത്തിലല്ല. ഖുർആനിൽ പല സ്ഥലത്തും അംർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലും ഭരണം അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. വശാവിറുഹും ഫിൽ അംർ, ഇനി ഈ രാഷ്ട്രത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഇവരോട് കൂടിയാലോചിച്ചിട്ട് വേണം. അതേപോലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ അത് നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ ഇവരോട് കൂടിയാലോചിക്കണം. സന്ധിയിലും കൂടിയാലോചിക്കണം, യുദ്ധത്തിലും കൂടിയാലോചിക്കണം, ഇടപാടുകളിൽ കൂടിയാലോചിക്കണം, രാജ്യാന്തര ബന്ധങ്ങളിൽ താങ്കളെടുക്കുന്ന തീരുമാനങ്ങൾ കൂടിയാലോചിക്കണം. അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കൊടുത്ത കൽപ്പനയായിരുന്നു. അപ്പൊ കൂടിയാലോചന സമിതിയിൽ അംഗങ്ങളാണ് ഓരോ മുസ്ലിം. ആ മുസ്ലിമിന്റെ ആ ബാധ്യത നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ നിലവിലുള്ള കൂടിയാലോചനാ സമിതിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലാണ്. അതാണ് നമ്മുടെ ഇലക്ഷൻ സമ്പ്രദായം. എല്ലാത്തിന്റെയും എല്ലാവരുടെയും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും ഇലക്ഷൻ സമ്പ്രദായം അതാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പരസ്പരം കൂടിയാലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തും. യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനവും അതാണ്. നടക്കുന്നില്ല പല സ്ഥലത്തും, എന്നാലും അതാണ് അതിന്റെ അടിസ്ഥാനം. നമ്മുടെ വിഷയം അങ്ങനെ ഒരു ജനാധിപത്യം നടപ്പിലാക്കണോ അല്ലേ എന്നതല്ല. ഖുർആൻ കാണിച്ചു തന്ന ഒരു വഴിയിലൂടെ നമുക്ക് ഈ സമൂഹത്തെ നയിക്കാൻ കഴിയുന്നത് എപ്പോഴും എങ്ങനെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചുവല്ലോ. ജനാധിപത്യമല്ല പടച്ചതമ്പുരാന്റെ പരമാധികാരം, ദൈവാധിപത്യം, ജനങ്ങളുടെ പ്രാതിനിധ്യം. ജനാധിപത്യം കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളെക്കാൾ കൂടുതൽ വലിയ നേട്ടം പടച്ചതമ്പുരാന്റെ പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ ആ പടച്ചവന്റെ പ്രതിനിധികളാകുമ്പോഴാണ്. ഓരോരുത്തരുടെയും ബാധ്യത അവൻ ഓർമ്മ വരും, ഞാനൊരു പ്രതിനിധിയാണ്. ആരുടെ പ്രതിനിധി? അള്ളാഹുവിന്റെ പ്രതിനിധി. അള്ളാഹു ആണല്ലോ ഏറ്റവും അത്യുന്നതൻ. അവനാണ് മറ്റാർക്ക് എന്ത് കഴിവുണ്ടെങ്കിലും നൽകിയിട്ടുള്ളത്. ആർക്ക് എന്ത് കഴിവുകേടുണ്ടെങ്കിലും അതും അവന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അതെല്ലാം നൽകുവാനും എടുക്കുവാനും കൊടുക്കുവാനും കഴിയുന്ന ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഇന്ത്യ രാജ്യത്തിന്റെ ഉന്നത സ്ഥാനത്ത് നിലനിൽക്കുന്ന ഒന്നാമത്തെ പൗരൻ എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റിന്റെ പ്രതിനിധിയല്ല ഞാൻ, പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയുമല്ല ഞാൻ. ഞാൻ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. പറയൂ താങ്കൾ, അള്ളാഹുവേ, പരമാധികാരത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവേ, മാലിക്കുൽ മുൽക്കായ അള്ളാഹുവേ, അങ്ങനെ വിളിക്കാനാ പറയുന്നത്. കുൽ, പറയൂ, നീ പറയൂ. എന്നോടാണ് പറയുന്നത്, നിങ്ങളോടാണ് പറയുന്നത്. അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, തുത്തിൽ മുൽക മൻ തശാ, ആധിപത്യം നീ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു അധികാരം. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് ആ അധികാരം നീ എടുത്തു കളയുന്നു. സംഭവിക്കുന്നില്ലേ ലോകത്ത്? എത്രയെത്ര, ഒരു നൂറ്റാണ്ടിനിടയിൽ എത്രയെത്ര മാറ്റങ്ങൾ സംഭവിച്ചു. ആർക്കെല്ലാം പടച്ചതമ്പുരാൻ അധികാരം നൽകി. എവിടങ്ങളിലെല്ലാം അധികാരങ്ങൾ മാറി മാറി വന്നു. ലോകത്തെ ഒന്നിച്ച് കീഴടക്കുവാൻ എല്ലാവിധ ശക്തികളും ശക്തിയുമായി വർദ്ധിച്ച ആ വിഭാഗം ആ ശക്തിയോടുകൂടി ഈ ഭൂഗോളത്തിന്റെ ഏതാണ്ട് പകുതി ഭാഗം, ഭൂഗോളത്തിലെ മനുഷ്യ സമൂഹത്തിലെ പകുതി ഭാഗം, ഏതാണ്ട് പകുതി ഭാഗം
അവരുടെ ആധിപത്യത്തിന് കീഴിൽ വന്നു. പതിറ്റാണ്ടുകൾ മാത്രം അങ്ങനെ കടന്നുപോയി. പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ട് തികക്കാൻ കഴിഞ്ഞില്ല. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതങ്ങ് തകർന്നുപോയി. വതൻസിഉൽ മുൽക മിമ്മൻ തശാ. പിന്നെയോ ചിലർ നീ വതുദില്ലു മൻ തശാ വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിച്ചവരെ നീ ഉന്നതരാക്കുന്നു, അന്തസ്സുള്ളവരും പ്രതാപശാലികളുമാക്കുന്നു. നീ ഉദ്ദേശിച്ചവരെ നീ പ്രതാപശാലികളല്ലാതെ ഹീനന്മാരാക്കി മാറ്റും. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. ആ പറഞ്ഞ പടച്ചതമ്പുരാന്റെ പ്രതിനിധിയാണ് ഞാൻ. ആരാണ് ഞാനെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ ഒരാളുടെ അടിമയായിരുന്നു. എന്റെ യജമാനന്റെ തല്ലുകൊണ്ട് ജീവിച്ചവനായിരുന്നു ഞാൻ. മർദ്ദനം ഏറ്റുവാങ്ങിയവനായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ ആ യജമാനന്റെ അടിമയല്ല, അദ്ദേഹം എന്നെ സ്വതന്ത്രനാക്കി. ഇന്ന് ഞാൻ ആരാണ്? പടച്ചതമ്പുരാന്റെ അടിമയാണ്. ഞാൻ ആരാണ്? ആ പടച്ചവന്റെ പ്രതിനിധിയാണ്. ആ പടച്ചവന്റെ പ്രതിനിധിയായി ഇന്നലെ ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാൽ മാറിയപ്പോൾ ആ ബിലാലിന്റെ മാനസികമായ വളർച്ച എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കൂ. ഉയർന്നു നിൽക്കുവാൻ, തല ഉയർത്തി നിൽക്കുവാൻ, ആരും ആരെക്കാളും വലിയവരല്ല, ചെറിയവരല്ല, ഉന്നതമായ സ്ഥാനത്താണ് എല്ലാവരും. അവരവരുടേതായ യോഗ്യതകൾ, ആ യോഗ്യതകൾ അവർ വിതരണം ചെയ്യുന്നു. ആ വിതരണം നടക്കുന്നില്ലെങ്കിൽ ലോകത്ത് ആരും വലിയവനുണ്ടാവുകയില്ല. എല്ലാ വലിയവനും വലിയവനാകണമെങ്കിൽ ഈ വ്യത്യസ്തമായ യോഗ്യതകൾ വിതരണം നടക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ലോകത്തിന്റെ സ്ഥിതി. അല്ല, പ്രപഞ്ചത്തിന്റെ പടച്ചവൻ അങ്ങനെ വെച്ചത്. അതുകൊണ്ട് ആ മാർഗത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുൻഭാഗത്ത് നിങ്ങൾ ബന്ധപ്പെടാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ആരും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാകണം ഒരു വിഭാഗം. പടച്ചതമ്പുരാന്റെ ദീനിന്റെ സംസ്ഥാപനത്തിന്റെ മുമ്പിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരിൽ യുദ്ധം പ്രഖ്യാപിച്ചവരും ആ മാർഗത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും മാറ്റിയോടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അവരാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ. ആ ശത്രുക്കളെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ നിങ്ങൾ അംഗീകരിച്ച ആദർശവും ജീവിത രീതിയും അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരാൾക്കും നിങ്ങൾ നന്മ ചെയ്യുകയില്ല എന്ന തീരുമാനമെടുക്കരുത്. നിങ്ങളുടെ ആദർശ സുഹൃത്തുക്കൾക്ക് മാത്രമേ നിങ്ങൾ നന്മ ചെയ്യുകയുള്ളൂ എന്ന് വരരുത്. അവരോട് മാത്രമേ നീതി പുലർത്തുകയുള്ളൂ എന്നും വരരുത്. നിങ്ങളുടെ ആദർശം അംഗീകരിക്കാത്തവരായിരിക്കും നിങ്ങളുടെ പരിസരത്തെ ഏറ്റവും മഹാഭൂരിപക്ഷം. നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നിങ്ങളുടെ ആദർശം സ്വീകരിക്കാത്തവരായിരിക്കും. പക്ഷേ ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിനോ അവരോട് നീതി പുലർത്തുന്നതിനോ ഇത് തടസ്സമാകാൻ പാടില്ല. നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയോ നിങ്ങളെ ആട്ടിയോടിക്കുകയോ ചെയ്തിട്ടില്ലാത്ത, അതായത് പ്രത്യക്ഷ ശത്രുവല്ലാത്ത ആർക്കും ഉപകാരം ചെയ്തുകൂടാ എന്നില്ല. ഉപകാരം ചെയ്യണമെന്നാണ്. ഉപകാരം ചെയ്യരുത് എന്ന് പടച്ചവൻ തടഞ്ഞിട്ടില്ല. അവരോട് നീതി പുലർത്തരുത് എന്ന് പടച്ചവൻ പറഞ്ഞിട്ടില്ല. പിന്നെ അല്ലാഹു ശത്രുക്കളാണെങ്കിൽ അവരോട് നീതി പുലർത്തരുത് എന്നല്ല പറഞ്ഞത്, അവർക്കെന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കരുത് എന്നുമല്ല. അവരെ നിങ്ങളെ നേതാക്കന്മാരാക്കരുത്. നിങ്ങളുടെ ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ നേതാക്കളാക്കരുത്. അപ്പൊ പിന്നെ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ നേതൃത്വം അവരുടെ കയ്യിലേക്ക് കൊടുക്കരുത്. അവർക്ക് നേതൃത്വം നൽകിയാൽ അവരെപ്രകാരം അക്രമികളാണോ അതേപോലെ തന്നെ അവരെ അധികാരത്തിൽ എത്തിച്ചവനും അക്രമിയായിരിക്കും. ഇത് ഖുർആനിന്റെ നേർക്ക് നേരെയുള്ള ടെസ്റ്റാണ്, നസ്സാണ്. അതിൽ വ്യാഖ്യാനമല്ല, അതിൽ തഫ്സീർ ആവശ്യമില്ല. അതുകൊണ്ട് ആലോചിക്കുക, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മോമിനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരിക്കണം? ഏറ്റവും പ്രധാനപ്പെട്ടത്
ഒരു മോമിനിന്റെ മനസ്സ് മനുഷ്യരെല്ലാം ഒരു ചെറുപ്പിന്റെ പല്ല് പോലെ സവാസിയ, സമന്മാരാണ്. യോഗ്യതകളും അയോഗ്യതകളും കൂടിച്ചേരുമ്പോഴാണ് കൂടുതൽ യോഗ്യതകൾ ഉണ്ടാവുക. ഒരാൾക്കറിയുന്നത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക, അയാളുടെ അറിവ് ഇയാൾക്കും പകർന്നു കൊടുക്കും. അപ്പോഴേ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ, അപ്പോഴേ വളർച്ച ഉണ്ടാവുള്ളൂ. അതാണ് സാമൂഹ്യ ജീവിതത്തിന്റെ അടിത്തറ, അതാണ് ജനാധിപത്യത്തിന്റെ അടിത്തറ, അതാണ് പടച്ചതമ്പുരാന്റെ ദർശനം ആകുന്ന ദീനുൽ ഇസ്ലാമിന്റെയും അടിത്തറ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.